ഏട്ടത്തി. പിന്നിൽ നിന്നും റോഷ്നി വിളിച്ചതും പാസ്ത ഉണ്ടാക്കി നിന്നിരുന്നവൾ കണ്ണടച്ചു. എവിടെ നിൽക്കുമ്പോഴും ആ വിളി ഇങ്ങനെ ചെവിയിൽ മുഴങ്ങും. എപ്പോഴും പിന്നാലെ നടന്ന ഒരു വിളന്ന് കൂടെയില്ല. അവളുടെ ശബ്ദം ഓരോ മുക്കിലും മൂലിലും ഉള്ളതുപോലെ. ഏട്ടത്തി. പിടിച്ച് കുലുക്കിക്കൊണ്ട് റോഷ്നി ഒരിക്കൽ കൂടെ വിളിച്ചതും ലച്ചു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. തോന്നലല്ല ഇന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കുഞ്ഞി. ലച്ചു മിഴിഞ്ഞ കണ്ണുകളോടെ അവളെ വിളിക്കുന്ന നേരം റോഷ്നി ലച്ചുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചിരുന്നു. ലച്ചു അപ്പോഴും മിഴിഞ്ഞ കണ്ണുകളോടെ ഞെട്ടനെ നിൽക്കുകയാണ്. നീ നീ തിരിച്ചു വന്നോ? ലച്ചു റോഷ്നിയുടെ മുഖത്ത് തലോടി ചോദിച്ചു. ഒറ്റ ദിവസം കൊണ്ട് അവളില്ലായ്മയിൽ ആകെ മടുപ്പ് തോന്നിയിരുന്നു ലച്ചുവിന്. ഒരു ഭർത്താവോടത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കരയിപ്പിച്ചും മൂട് കളയും കൂടെ ചെയ്തു. എനിക്ക് അവിടെ നിന്നിട്ട് ബോറടിക്കുക ചേച്ചി. ഞാൻ ഹരിക്കുട്ടനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ഇനി ഏട്ടനും മേടത്തെയും തിരിച്ചു പോകുമ്പോ ഞാനും വരാം, അല്ലാതെ ഞാൻ അങ്ങോട്ടില്ല. റോഷ്നി പറയുമ്പോൾ ലച്ചു അവളുടെ കവിളൊന്നും തലോടി. അപ്പോഴാണ് അവളുടെ വേഷം ശ്രദ്ധിക്കുന്നത്. നീ ഇങ്ങനെയാണോ വന്നത്? ലച്ചു റോഷ്നി മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. റോഷ്നി തല കുലുക്കി. അതിനെന്താ, നമ്മുടെ ഹരിക്കുട്ടനല്ലേ. എന്നെ ഇങ്ങനെ കാണാത്തൊന്നും അല്ലല്ലോ. അമ്മയും മുത്തശ്ശിയും ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതൊന്നും കേൾക്കാൻ നിന്നില്ല. അല്ല പിന്നെ. റോഷ്നി പറയുമ്പോൾ ലച്ചു തിരിഞ്ഞിരുന്ന് ഗ്യാസ് ഓഫാക്കി. ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു. അങ്ങനെയൊന്നും പറയരുത്. ഈ കോലത്തിൽ ഇവിടെ നടക്കുന്നത് പോലെയാണോ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നത്? അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഏട്ടൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവനവന് കംഫർട്ടായത് ഇടണം എന്നൊരു മൈൻഡാണ്. പക്ഷേ എല്ലാരും അങ്ങനെ ആവില്ലല്ലോ. ലച്ചു വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോഷ്നി തല കുലുക്കി. ഓക്കെ, ഇനി വരുമ്പോ നല്ല ഡ്രസ്സ് ഇട്ടോളാം. ഇവിടെ എങ്ങനെ നടക്കാലോ. അതും പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്ന് അവളൊരു കുപ്പി വെള്ളം കയ്യിലെടുത്ത് കുടിച്ചു. ലച്ചു ഉണ്ടാക്കിയ പാസ്ത അവൾ 4 പാത്രത്തിലേക്ക് വിളമ്പി ഹാളിലേക്ക് നടന്നു. പിന്നാലെ ആ കുപ്പി വെള്ളം കൊണ്ട് റോഷ്നി പിന്നാലെ നടന്നു. ഏട്ടൻ ഫ്രഷ് ആവാൻ പോയോ? കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ലച്ചു റയാൻഷിനെ നോക്കി ചോദിച്ചു. അവൾ ഇനി മിനിറ്റിൽ കരുതിയ റയാൻഷ് അവളെ ചോദ്യം കേട്ട് ചുണ്ടിന്റെ കൊണ്ടൊരു ചിരി വിരിഞ്ഞു. അവരൊന്ന് മൂളിക്കൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് സെറ്റിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അപ്പോഴേക്കും റോഷ്നി കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് വീട്ടിലൊന്നും കഴിക്കാനില്ലേ കുഞ്ഞി? നീ പറയുന്നതൊക്കെ ഒരുപാട് വാങ്ങി തന്നില്ലെങ്കിലും നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു തരുന്നില്ലേ? അവിടെ നിനക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ലേ? അതാണോ ഇന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്? അവളുടെ കഴിപ്പ് കൊണ്ട് റയാൻഷ് ചോദിച്ചു. റോഷ്നി കഴിപ്പ് നിർത്തി അവനെ ഒന്ന് തുറച്ചു നോക്കി. ലച്ചു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചെയറിലേക്കിരുന്നു. അങ്ങനെ ഏട്ടന് തോന്നിയോ എനിക്ക് നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, കഴിക്കാനൊന്നും വാങ്ങിത്തരില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് ഏട്ടന് തോന്നിയോ? എനിക്ക് നമ്മുടെ വീട്ടിൽ എന്തിന്റെ കുറവുണ്ടായിട്ടാ? റോഷ്നിയുടെ ശബ്ദത്തിൽ ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു. ലിച്ചുവിന് എന്തുപോലെയായി. അവൾ മുഖം ചിരിച്ചുകൊണ്ട് റയാൻഷിനെ നോക്കി. വേണ്ടാത്ത ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചുമ്മാ വിഷമിപ്പിക്കുക എന്നത് ഒരു ഹോബിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇന്ന് രാവിലെ പോയി നീ ഇങ്ങോട്ട് തന്നെ വന്നത്? വീട്ടിലേക്കാൾ സൗകര്യം ഇവിടെ ആയതുകൊണ്ടല്ലേ? ആണ്. വീട്ടിൽ ആരാ? എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം മറുപടി പറയുന്ന വലിയ ഏട്ടത്തിയോ? നിന്ന് തിരികെ സമയമില്ലാത്ത അമ്മയോ? പിന്നെ വാ തുറന്ന കുറ്റം മാത്രം പറയുന്ന വല്യമ്മയും അപ്പച്ചിയും മക്കളുമോ? പിന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ ഒരാൾ വേണം. അമ്മയ്ക്ക് എന്താ അവിടെ തിരക്ക്? അത്രയും പറഞ്ഞതിൽ അവൻ അതാണ് ശ്രദ്ധിച്ചത്. അവനത് ചോദിച്ചതും റോഷ്നി ഒന്ന് പുച്ഛിച്ച് ശീലിച്ചു. അമ്മയ്ക്ക് എന്താ അവിടെ പണിയില്ലാത്തത്? ജോലിക്ക് ആളുണ്ടെങ്കിലും എല്ലായിടത്തും അമ്മയുടെ കൈയും കണ്ണും എത്തണം. അതിന് പുറമെ ഒരു ഗർഭിണി വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. 2 മണിക്കൂർ കൂടുമ്പോൾ ജ്യൂസ്, കഴിക്കാൻ പറയുന്ന ഭക്ഷണം, അതൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കണ്ടേ? ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും ഇതൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടത്രേ ഏട്ടത്തി ഇവിടെ നിർത്തിപ്പോയത്രേ. റോഷ്നി പറയുമ്പോൾ റയാൻഷ് ഒന്നും മിണ്ടാതെ തല കുലുക്ക മാത്രം ചെയ്തു. അപ്പോഴേക്കും കൂടി കഴിഞ്ഞ് ഹരി ഇറങ്ങി വന്നു. ഒരു ബ്ലാക്ക് ട്രാക്ക് സൂട്ടും റെഡ് ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം. റോഷ്നിയുടെ അടുത്താണ് അവനുള്ള പ്ലേറ്റ് ഉള്ളത്. അതുകൊണ്ട് അവൻ അവളുടെ അടുത്തിരുന്നു. കടന്നല് കുത്തിയോ? കഴിക്കിന് മുൻപ് ടേബിളിലിരുന്ന സ്പൂൺ കൊണ്ട് കുത്തി വീർത്താൻ റോഷ്നിയുടെ കവിൾ അവനൊന്ന് കുത്തി. റോഷ്നി കണ്ണോട്ടി നോക്കി പേടിപ്പിച്ചു. നീ പോടാ കുഞ്ഞി ഇത്തിരി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ആ സമയം തന്നെ റയാൻഷിന്റെ ശബ്ദമുയർന്നു. റോഷ്നി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. അവനുള്ള ഓർമ്മയില്ല. എന്നും വലതും പറഞ്ഞ് അടിയിടുന്ന ഓർമ്മയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. ഇവൻ നിന്റെ ആരാന്ന്? മുഖത്തേക്ക് നോക്കാതെ കണ്ണും പൊട്ടിയിരിക്കുന്നവളെ നോക്കിക്കൊണ്ട് റയാൻഷ് ഒച്ചയെടുത്തു. ഹൈ, സാരില്ല, അവൾ കളിക്ക് വിളിക്കുന്നതല്ലേ, പോട്ടെ. ഹരി അതിന് നിസ്സാരമാക്കി. അവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാവരെക്കാളും വലിയവനായ ദൈവത്തെ നീ എന്നല്ലേ പറയുന്നത്? അതിന് മീതിയുണ്ടോ മനുഷ്യ തമ്മിൽ? അങ്ങനൊരു മൈൻഡാണ് അവനുള്ളത്. അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാടാ പോടാ എന്നത് നിന്നെ വിളിക്കാൻ പറ്റില്ല. ഏട്ടന്റെ ഭാര്യയുടെ ഏട്ടനാണ്. നീ ഏട്ടത്തി എന്ന് വിളിക്കുമ്പോൾ പോലും ഏട്ടെന്ന് വിളിക്കുന്നവനാണ്. അവനെ വായി തോന്നിയത് വിളിക്കാൻ പറ്റുമോ?
റിയാൻഷ് ഗൗരവത്തിൽ പറയുമ്പോൾ റോഷ്നി ദയനീയമായി ഹരിയെ നോക്കി. അവൻ സാരമില്ലെന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. ഈ വിളി നിർത്തിക്കോട്ടോ. റിയാൻഷ് പറഞ്ഞതും റോഷ്നി തലയാട്ടി കാണിച്ചു. റിയാൻഷ് കഴിച്ചു കഴിഞ്ഞ് പാത്രം കൊണ്ട് അടുക്കളയിലേക്ക് പോയതും പിന്നാലെ ലച്ചുവും പോയി. ഹരിയും റോഷ്നിയും പരസ്പരം നോക്കി. സോറി ഹരിയേട്ടാ, റോഷ്നി പറഞ്ഞതും അവൻ അവളെ തലയിൽ നിന്ന് കൊട്ടി. നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോടി കുഞ്ഞിപ്പണേ, പക്ഷേ അതിന്റെ 4 ആളുടെ മുന്നിൽ വിളിക്കണ്ട. ഇതുപോലെ ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാലോ, അതുകൊണ്ട് ഞാൻ നീ മാത്രമാകുമ്പോ വിളിച്ചോ. ഹരി പറയുമ്പോൾ റോഷ്നി നിറഞ്ഞ ചീരയോടെ തല കുലുക്കി. അവന്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് അവളെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. റോഷ്നി മുഖം ചേരിച്ചുകൊണ്ട് അവനെ നോക്കി. കഴിച്ചോ, നിനക്കിത് വലിയ താല്പര്യമില്ല. അവൻ പറയുമ്പോൾ റോഷ്നി ചീരയുടെ കഴിപ്പ് തുടർന്നു. ഇടയ്ക്ക് അവനെ നോക്കുമ്പോൾ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി കഴിക്കുന്നുണ്ട്. എന്താലേ, ആദ്യം കണ്ടപ്പോൾ ഇതുപോലെ ഒരു ജാടക്കാരൻ വേറെ കാണില്ലെന്ന് കരുതി. എന്തൊരു ദേഷ്യവും അഹങ്കാരവും ആയിരുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് വന്ന് കല്യാണപ്പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോവാ, എല്ലാ സ്വന്തം ഇഷ്ടത്തിന്. ഇപ്പോഴോ ഒരു പാവം. അതാണ് പറയുന്നത്, ഒറ്റ നോട്ടത്തിൽ ആരെയും വിലയിരുത്തരുത്. അടുത്തറിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ പാവങ്ങളും. റോഷ്നി ഒരു ചിരിയുടെ ബാക്കിയും കഴിച്ചു തുടങ്ങി. അടുക്കളയിലേക്ക് പോയ ഭർത്താവും പിന്നാലെ പോയ ഭാര്യയും പിണക്കം തീർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. റിയാൻഷിന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ ലച്ചുവിന്റെ നെറ്റിയിൽ അവൻ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. അതിൽ തീരാവുന്ന പിണക്കമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. പിണക്കമല്ല, സങ്കടം, പരിഭവം. അതോടെ തീർന്നു. 2 ദിവസം വലിയ മാറ്റമില്ലാതെ മുന്നോട്ട് പോയി. ഹരിയും റയാൻഷും ജോലിക്ക് പോയാലും ലച്ചുവും റോഷ്നിയും വീട്ടിലുണ്ടാകും. റോഷ്നി ഉള്ളത് കൊണ്ട് ലച്ചു ആ ദിവസങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് നീക്കി. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച ശേഷം 4 പേരും പുറത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. റോഷ്നിയുടെ കയ്യിൽ ഒരു പാത്രത്തിൽ പോപ്കോൺ ഉണ്ട്. റയാൻഷും ഹരിയും പറയുന്ന ബിസിനസ് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടിയും അവളത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. ലച്ചു അവളുടെ കയ്യിലെ ഫോണിൽ നോക്കി അടുത്തിരിക്കുന്നുണ്ട്. ആ ഡീല് അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കരുതിയതല്ല. പിന്നെ അങ്ങേരുടെ ഒടുക്കത്തെ ജാടയും എവിടെയും ഇല്ലാത്ത കുറെ റൂളും കണ്ടപ്പം ഞാൻ പറയാതെ എഴുന്നേറ്റു. അങ്ങേരത് കോപ്പിലെ സായിപ്പാണെങ്കിൽ റയാൻഷിന് പുല്ല്. ഹായ്, നീ അങ്ങനെ മുഷിപ്പിക്കേണ്ടിയിരുന്നില്ല. താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ മതിയായിരുന്നു. അത് അയാൾക്കിട്ട് കൊട്ടിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ കമ്പനിയുമായി ഒരു ഡീലും പാടില്ലെന്നൊക്കെ എനിക്ക് മെയിൽ അയക്കോ? കാര്യം നമ്മൾ അളിയന്മാരാണെന്ന് അറിയില്ല. അറിഞ്ഞാ പിന്നെ എന്നോട് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഹരിയും റയാൻഷും കാര്യമായി സംസാരിക്കുന്നതിനിടയിൽ റോഷ്നി അവരെ മാറി മാറി നോക്കി. പിന്നൊന്ന് പൊട്ടിച്ചിരിച്ചു. റയാൻഷും ഹരിയും ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന ലജ്ജും റോഷ്നിയെ നോക്കി. ഹരി വേഗം ഇരുന്നിടത്തുനിന്ന് കൈ എത്തിച്ച് അവളെ കഴുത്തിൽ തടവി. റോഷ്നി ആ കൈ തട്ടിമാറ്റി അവനെ തുറച്ചു നോക്കി. കൊല്ലുവോ? ഞാൻ കരുതി പോപ്കോൺ തൊണ്ടയിൽ കുടുങ്ങി കരയുകയാണെന്ന്. ഹരി പറയുമ്പോൾ റോഷ്നി അവനെ നോക്കി ചുണ്ടുകൊട്ടി മുഖം തിരിച്ചു. ഞാൻ നിങ്ങളെ 2 പേരെയും ആലോചിച്ച് ചിരിച്ച. എന്തൊക്കെയായിരുന്നു അല്ലേ ഏട്ടത്തി? എന്റെ പെങ്ങളെ നിനക്ക് തരില്ല, നീ തന്നാലും നിന്റെ പെങ്ങളെ എനിക്ക് വേണ്ട. ഹോ, എന്തൊക്കെയായിരുന്നു. ഇപ്പതേ എല്ലാം മാറി മറിഞ്ഞില്ലേ? റോഷ്നി പറയുമ്പോൾ ഹരിയും റയാൻഷും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് റോഷ്നിയെ നോക്കി. ലച്ചു ഒന്ന് ചിരിച്ചു. നിന്റെ പെങ്ങളെ നിനക്ക് കണി കാണാൻ കിട്ടില്ലെന്ന് പറഞ്ഞ ആളാ. റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി ലച്ചു ഒരു ചിരിയോടെ പറയുമ്പോൾ റയാൻഷ് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. എന്നാ ഇനി അങ്ങനെ തന്നെ ആവട്ടെ, എന്റെ ഭാര്യയും ഇനി ആർക്കും കാണി കാണാൻ കിട്ടില്ല. അതും പറഞ്ഞിട്ട് റയാൻഷ് ലച്ചുവിനെ ചെറിയതും വലിച്ച് അവന്റെ തോളിലേക്ക് ഇട്ടു. ലച്ചു ഞെട്ടിയതിനേക്കാൾ കൂടുതൽ ഞെട്ടിയത് റോഷ്നിയാണ്. അവളെ അൺറൊമാൻറ്റിക് മുരാച്ചിയായ ഏട്ടനിൽ നിന്ന് അവൾ ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല. അവർ കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടും അവളുടെ വായും തുറന്നുള്ള നോട്ടം അകത്തേക്ക് കയറുന്ന വാതിലിന്റെ ഭാഗത്തേക്ക് നീണ്ടു. തുറന്നു പിടിച്ച വായ്ക്കുള്ളിലേക്ക് പോപ്കോൺ നിറഞ്ഞപ്പോൾ അവൾ ചുമച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവനെ നോക്കി പേടിപ്പിച്ചു. അവന്റെ പണിയാണ് വാ നിറയെ പോപ്കോൺ തിരികിയത്. വാ തുറന്നൊന്നും പറയാൻ പറ്റാത്ത കൊണ്ട് പൊരുകൻ ചുളിച്ചുകൊണ്ട് കണ്ണുകൾ ഉരുട്ടി അവനെ നോക്കി പേടിപ്പിച്ചു. അവളെ ആ നോട്ടം കണ്ട് ഹരി ഉറക്ക ചിരിച്ചു. അവരെ പറഞ്ഞു വിട്ടപ്പോൾ സമാധാനമായല്ലോ. ചിരിയൊന്ന് അടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു. എന്തോ മറുപടി പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങോട്ടും പോകുന്നില്ല, വായിൽ ഇറക്കിയിട്ട് പറഞ്ഞാൽ മതി. ഹരി അവളെ ചവയ്ക്കലും വർത്തമാനവും കേട്ട് ചിരിയോടെ പറഞ്ഞു. റോഷ്നി വായിലുള്ളത് ഇറക്കി അവനെ നിന്ന് പേടിപ്പിച്ച ശേഷം അവന്റെ കയ്യിൽ ഒരടി കൊടുത്തു. ആ അടിയിൽ വായിൽ അത്രയും പോപ്കോൺ കുത്തി കയറ്റിയത് കൊണ്ടാണ്. ഏട്ടനെ ഏട്ടത്തെ കൊണ്ടുപോവാൻ ഒരു കാരണം കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയുമോ? റോഷ്നി പറയുമ്പോൾ ഹരി ചിരിച്ചു. ആ ചിരിയോടെ തന്നെ അവൻ ചെയറിലേക്ക് ചാരി ആകാശത്തേക്ക് നോക്കിയിരുന്നു. എന്നാലും ഏട്ടൻ ഇത്രയും റൊമാൻറ്റിക് ആകുമെന്ന് ഞാൻ കരുതിയില്ല. സ്വന്തം അനിയത്തിയുടെയും ഭാര്യയുടെയും സ്വന്തം ഏട്ടന്റെയും മുന്നിൽ വെച്ച് ഏട്ടത്തി പൊക്കിക്കൊണ്ടുപോവാ എന്നൊക്കെ പറയുമ്പോ എവിടെ എത്തി? പണ്ടൊക്കെ ഏട്ടനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചിയായിരുന്നു. അതങ്ങനെ നിനക്കറിയാം. ആകാശത്തെ കണ്ണുകൾ മാറ്റി മുഖം ചിരിച്ചുകൊണ്ട് റോഷ്നി നോക്കി ഹരി ചോദിച്ചു. ഏട്ടനൊരു പ്രണയം ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികളെ കണ്ടാൻ വേണ്ടില്ല, നോക്കില്ല. അങ്ങനെയുള്ള ഏട്ടനിപ്പോ ഒരുപാട് മാറിയ പോലെ.
റോഷ്നി പറയുമ്പോൾ ഹരി ചിരിച്ചു. ആ ചിരിയോടെ തന്നെ ഹരി ആകാശത്തേക്ക് നോക്കി ചേറിലേക്ക് ചാരിയിരുന്നു. അത് വെച്ച് അവർ റൊമാൻറ്റിക് അല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്കായിട്ട് ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ റൊമാൻറ്റിക് ആകും. ഉള്ളിൽ അതുവരെ കാത്തു സൂക്ഷിച്ച പ്രണയം പുറത്തേക്ക് വരില്ലേ? അങ്ങനെയാണെന്ന് അവനും. ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ ഹരി പറയുമ്പോൾ റോഷ്നി ചെയറിൽ നിന്നും എഴുന്നേറ്റും വലത്തെ കയ്യിൽ പോപ്കോണിന്റെ പാത്രവും പിടിച്ച് ഇടത്തെ കൈകൊണ്ട് ചെയർ അവന്റെ അടുത്തേക്ക് വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. ഒന്നുകൂടെ അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഹരിക്കുട്ടാ. ശേഷം പതിയൊന്ന് വിളിച്ചു. ഹരി കണ്ണുകൾ അടച്ചിട്ടൊന്ന് മൂളി. ഹരിക്കുട്ടന് പ്രണയമുണ്ടോ? അടക്കി പിടിച്ച ശബ്ദത്തിൽ അവന്റെ ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഹരി വലത്തെ തോളുകൊണ്ട് അവിടെ ഒന്ന് വെട്ടിച്ചു. ഇക്കിളിയായതുപോലെ. എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇത്തിരി കഷ്ടപ്പാടാണ് കുഞ്ഞേ. അതെന്താ? റോഷ്നി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത്ര അടുത്താണ് അവന്റെ മുഖം. കാണാൻ നല്ല ഭംഗിയുള്ള വട്ടമുഖം, വെട്ടിയൊതുക്കി താടിയും മുടിയും, നല്ല ഭംഗിയുള്ള ചെറുചിരിയും. പ്രണയിച്ചാൽ പിന്നെ കേട്ടണം. അത് ആരെതിർത്താലും കേട്ടണം. ആ ആളെ തന്നെ കേട്ടണം. അങ്ങനെ ഒരു വാശി എനിക്കുണ്ട്. ഞാൻ പ്രണയിക്കുന്ന ആൾക്കും അങ്ങനെ ഒരു വാശി വേണ്ടേ? അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. പിന്നെ 1-2 പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പ്രണയിക്കാൻ തോന്നിയില്ല. അന്നൊക്കെ ഈ വീട്ടിൽ എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടാവുമല്ലോ. ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടി അവർ പോരെടുത്താലോ? അതുകൊണ്ട് എന്തോ പ്രപ്പോസ് ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ പാവം തോന്നും. ഇവിടെ വന്ന് അവിടെ കുത്തുവാക്ക് കേൾക്കണ്ടേ? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പ്രേമിക്കാനുള്ള മൂഡ് പോകും. അന്നത്തെ കാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്താട്ടോ അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ട് വരും. അതൊക്കെ ആലോചിച്ച് വേണ്ടെന്ന് വെച്ചതാ. മൈൻഡ് പോകുന്ന പോക്ക്. ഹരി പറഞ്ഞതൊക്കെ കേട്ട് താടിക്ക് കൈയും കൊടുത്ത റോഷ്നി പറഞ്ഞു കേട്ട് അവൻ അവളെ തലയിലൊന്ന് കൊട്ടി. നിനക്ക് ഈ പറഞ്ഞത് ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുറത്തൊക്കെ പോയി പഠിച്ചതല്ലേ? ഹൈ, സുന്ദരന്മാരെ കണ്ടാൽ വായി നോക്കും എന്നതല്ലാതെ വേറൊന്നും തോന്നിയിട്ടില്ല. ഒരു സീരിയസ് റിലേഷൻ അതിലേക്കൊന്നും പോയിട്ടില്ല. ഒന്നാമത്തെ കാരണം ഞാൻ കണ്ടിട്ടുള്ളവരൊക്കെ ഇത്തിരി സ്വാർത്ഥന്മാരാണ്. പണത്തിന്റെ അഹങ്കാരമൊക്കെയുള്ളവർ. അതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ പോലെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഒരാളെ വേണം. എന്റെ അച്ഛനെ പോലെ, എന്റെ ഏട്ടന്മാരെ പോലെ, അങ്ങനെയൊക്കെ. റോഷ്നി പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. കിട്ടട്ടെ, ഈ കുഞ്ഞു പെണ്ണിനെ കുഞ്ഞായി നോക്കുന്ന ഒരാളെ തന്നെ കിട്ടട്ടെ. ഇപ്പോ നമുക്ക് അകത്തേക്ക് പോവാം, വാ. നല്ലോണം വൈകി. അതും പറഞ്ഞിട്ട് ഹരി ചെയറിൽ നിന്നും എഴുന്നേറ്റപ്പോൾ ഒരു ചീറ്റയുടെ റോഷ്നിയും എഴുന്നേറ്റ് അവന്റെ പിന്നാലെ നടന്നു. ലച്ചുവിനെ തോളിട്ടുകൊണ്ട് തന്നെ റയൻഷ് ലച്ചുവിനെ കൊണ്ട് റൂമിലേക്ക് കയറി. ലച്ചുവിനെ ബെഡിലേക്ക് കിടത്തിയ ശേഷം അവൻ പോയി വാതിലടച്ച് തിരികെ വരുമ്പോൾ ലച്ചു ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എടുത്തുകൊണ്ട് വന്നത് പിടിക്കാത്ത പോലെ ആ മുഖം മീരിന് തൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മോശമല്ലേ കിച്ചുവേട്ടാ? നാണക്കേട്. വല്ലാത്തൊരു ചളപ്പം നിറഞ്ഞ മുഖത്തോടെ അവൾ പറഞ്ഞു. റയൻഷ് അതിലൊന്ന് ചിരിച്ചുണ്ട് അവളുടെ മുകളിൽ കൂടെ കിടന്നതും ലച്ചു ബെഡിലേക്ക് കിടന്നു. അവൾക്ക് മുകളിൽ റയൻഷും. ഞാൻ എൻ്റെ ഭാര്യയല്ലേ പൊക്കിക്കൊണ്ടുവന്നത്. അതിനിപ്പോ ഇത്ര നാണിക്കാൻ എന്താ? എൻ്റെ അളിയും പെങ്ങളും അല്ലേ അവർ. അവിടെ മുന്നിൽ നിന്ന് എൻ്റെ ഭാര്യയെ പൊക്കിക്കൊണ്ടുവരാൻ എനിക്കൊരു മടിയില്ല. എനിക്ക് മടിയുണ്ട്. പറയുന്നതിനൊപ്പം അവളുടെ മുകളിൽ കിടക്കുന്നവനെ അവളൊന്ന് തള്ളി താഴിടാൻ നോക്കി. ബെഡിൽ വിലങ്ങനെ കിടക്കുന്നത് കൊണ്ട് കിടപ്പ് ശരിയല്ല. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ മുകളിൽ കിടപ്പും. അവളുടെ അസ്വസ്ഥത മനസ്സിലായപ്പോൾ റയൻഷ് അവളുടെ മുകളിൽ നിന്ന് ഇറങ്ങിക്കിടന്നു. ശേഷം മലർന്ന് കിടക്കുന്നവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. മടിയൊക്കെ അവിടെ നിൽക്കട്ടെ, ആരെന്നെ കളിയാക്കിയല്ലോ. ഞാനെന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് റിയൻ ചോദിക്കുമ്പോൾ ലച്ചൊന്ന് ചിരിച്ചു. സത്യല്ലേ, ആ ഒരൊറ്റ ഡയലോഗിലാണ് ഞാൻ തകർന്നു പോയത്. എനിക്കിന്ന് സങ്കടമായെന്നറിയോ? അത് പറയുമ്പോൾ പോലും അവളുടെ ശബ്ദം ഇണറി. ആ വാക്കുകൾ അവളെ അത്രത്തോളം തകർത്തിട്ടുണ്ടെന്ന് അവനും മനസ്സിലായി. അന്നേരം ജയിക്കാൻ വേണ്ടി വായിൽ തോന്നിയത് പറഞ്ഞതാണ്. എങ്ങനെയെങ്കിലും ഈ ഉള്ളവളെ കയ്യിൽ കിട്ടിയാൽ മതിയെന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഹരി അവളെ കൂടുതൽ അകറ്റുമെന്ന് തോന്നിയപ്പോൾ പറഞ്ഞു പോയ വാക്കാണ് ശ്രീ. അവളിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ആ നിറഞ്ഞു വരുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് റയൻഷ് വിളിച്ചു. ലച്ചു അങ്ങനെ കിടന്നുകൊണ്ട് മുഖം ചേരിച്ചുകൊണ്ട് അവനെ നോക്കി. അന്നേരം ഞാൻ അറിയാതെ പറഞ്ഞതാ. ആ വാക്ക് പറഞ്ഞു എന്നല്ലാതെ ഈ നിമിഷം വരെ നിന്നിൽ നിന്ന് നിന്റെ ഏട്ടനെ ഞാൻ പിരിക്കാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവന്റെ കൂടെ എന്തിനു നിന്നിട്ടല്ലേ ഉള്ളൂ? റയൻഷ് ചോദിക്കുമ്പോൾ ലച്ചൊന്നും മിണ്ടാതെ അവനെ കെട്ടിപ്പിടിച്ചു. അവനാ പറഞ്ഞത് ശരിയല്ലേ? അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇന്നുവരെ ഹരിയേട്ടനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടില്ല. തന്റെ അടുത്തേക്കും ഓടി വരില്ലേ? ഇത്ര ദേഷ്യവും അഹങ്കാരവും ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് കരുതി എന്നിങ്ങനെ നിൽക്കാൻ പറ്റില്ല. ചടങ്ങ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും. എന്നെ കൂടെ ഒന്ന് പരിഗണിക്കാം. റയൻഷ് അവളെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് പറയുമ്പോൾ ലച്ചു അവന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവനെന്ന് നോക്കി. ആ മുഖത്തേക്ക് നോക്കി പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. ഇടയ്ക്കൊക്കെ വരാം, ഇടയ്ക്കെന്നല്ല എപ്പോഴും ഇങ്ങോട്ട് വരാം. വല്ലപ്പോഴും എന്റെ വീട്ടിലേക്കും പോവാം. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. റയൻഷ് പറയുമ്പോൾ ലച്ചു ഒന്ന് മൂളി. പോകാൻ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല. നിന്റെ ഏട്ടനൊരു വിവാഹമൊക്കെ കഴിക്കുന്നത് വരെ നമുക്ക് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നിൽക്കാം. അതല്ലേ നല്ലത്? റയൻഷ് പറയുമ്പോൾ ലച്ചു അവനെ കണ്ണുകൾ മിഴിച്ചു നോക്കി. വിവാഹോ? അവളുടെ ഏട്ടനോ? അതിനൊക്കെയോ ഇന്ന് വരെ ഹരിയുടെ വിവാഹത്തെക്കുറിച്ച് വലിയ ചർച്ചയൊന്നും നടക്കാത്തത് കൊണ്ടാവും അവൾക്കതൊരു ഞെട്ടലായിരുന്നു. ഏട്ടൻ ഇപ്പോഴൊന്നും വിവാഹം കഴിക്കില്ല. അതിനൊക്കെ ഇനി സമയമെടുക്കും. ഏട്ടൻ സമ്മതിക്കില്ല.
ലച്ചുള്ള മനസ്സിലുള്ളത് പറഞ്ഞു. അത് കേട്ടതും റയൻഷ അവളെ അവനെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിച്ചു. അതൊക്കെ നിന്റെ ഏട്ടൻ സമ്മതിക്കും, അല്ലെങ്കിൽ നമുക്ക് സമ്മതിപ്പിക്കാം. അവൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ. അവനൊരു കൂട്ട് വന്ന ഏട്ടനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് അല്പ സമാധാനം കിട്ടും. ചിരിയോടെ റയൻഷ് പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് കിടന്നു. പിന്നെ അധികം സംസാരിക്കാതെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു.